കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ 2 ഇലക്ഷനിലെ പരാജയം ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2010 തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 41 സീറ്റുണ്ടായി. പിന്നീട് അത് 21ആയി. മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP വന്നു. പക്ഷെ അന്ന് ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട്, ഒരു കാരണവശാലും BJPക്ക് മേൽക്കോയ്മ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു സ്റ്റാൻഡ് ഞങ്ങൾ സ്വീകരിച്ചു. പ്രതിപക്ഷത്ത് അന്ന് BJPക്ക് 35, ഞങ്ങൾക്കന്ന് 21. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കൂടിയാൽ തന്നെ ഭരണകക്ഷിയായിട്ടുള്ള LDFിനേക്കാൾ അംഗസംഖ്യ കൂടുതലുണ്ട്. പക്ഷെ അങ്ങനെ അംഗസംഖ്യ കൂടുതൽ വന്ന ഒരു ബഡ്ജറ്റ് വോട്ടിനിടുമ്പോൾ ബഡ്ജറ്റ് പരാജയപ്പെട്ടാൽ ഞങ്ങൾക്ക് ജയിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താ? ഭരണകക്ഷി ഒന്നുകിൽ അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുക. ഞങ്ങൾ പ്രതികൂലിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും വോട്ടെടുപ്പ് സമയമാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് ജനം ചോദിച്ചത് നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ? 2 കാര്യങ്ങളാണ് ജനം പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു, നിങ്ങളുടെ അത്ര സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല, നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ മേയർ കാൻഡിഡേറ്റ് ഇല്ല. അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ നമുക്കൊരു സ്റ്റാൻഡ് ഇല്ലാതെ പോയപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ നമ്പർ 10 ചുരുങ്ങി. അപ്പോൾ അതുകൊണ്ട് ഈ പോരായ്മകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ മുഖത്തിനെ കോർപ്പറേഷനിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ചെറുപ്പക്കാരനായ തിരുവനന്തപുരം നഗരത്തിലൊക്കെ ഒരുപാട് IT ഉള്ളൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു മുൻ MLA കൂടിയായിട്ടുള്ള ശ്രീ ശബരിനാഥിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി, അങ്ങനെ ചെറുപ്പക്കാർ ഒരു ടീം ഇത്തവണ തയ്യാറാക്കി.